Hi guys, how are you all? Welcome to my YouTube channel. Today we have planned a short trip to Cope, a city in County Cork with my friends. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ കോർക്ക് വരെ കൊണ്ടുപോയിട്ട് വരാന്ന്. ഓക്കെ, ഞാനിവിടെ ഉള്ളത് ലിമറിക്കിലാണ്. ലിമറിക്കിന്റെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും കോബിലെത്താൻ. കോബ് കൗണ്ടി കോർക്കിലാണ്, അയർലൻഡില്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ബസ് ഹയർ ചെയ്താണ് പോണേ. അപ്പം ആ ബസ്സിലെ വൈബൊക്കെ നമുക്ക് കണ്ടു നോക്കാവേ. അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിലെയൊക്കെ വൈബ് കിട്ടാൻ വേണ്ടി നല്ല പാട്ടൊക്കെ പാടി അന്താക്ഷരിയൊക്കെ കളിച്ചാണ് നമ്മള് കോബ് വരെ പോയത്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു കേട്ടോ. കാരണം പുള്ളിക്ക് നമ്മുടെ വൈബിന്ന് ഒത്തൊക്കെ പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെയൊക്കെ വെച്ചാല് ഇങ്ങനെ അന്താക്ഷരി ഒന്നും ഇല്ലല്ലോ. പിന്നെയാണെങ്കിൽ പുള്ളി ഐറിഷ് ആയിരുന്നേ. അപ്പം പുള്ളിക്ക് നമ്മുടെ വൈബിനൊത്ത് പോകാൻ പറ്റില്ലായിരുന്നു. പിന്നെ പുള്ളി ഇടയ്ക്കൊക്കെ ഫേസ് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങ് മൈൻഡ് ചെയ്തില്ല. നമ്മുടെ ഫുൾ സ്പിരിറ്റിൽ പാടി അവിടം വരെയൊക്കെ പോയി. ഒരു വഴിയിൽ പോകുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. ബോത്ത് സൈഡ്സ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തളി കണ്ണും കളിയൂ ഞാനാടുന്നീടനാഴിയിലായി മതിയാവില്ലൊരു നാളിലും നീ നല്ലൊരു നേരം ഇനിയില്ലിതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരം അതിലും അതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മഞ്ഞിൻ കവിൽ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ണീ നിറയെ കണ്ണും കളിയൂ ഞാനാടും നീടനാഴിയില മതിയാവിൽ ഒരു നാളിലും നീ നല്ലൊരു നേരം ഇനി മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയും ഞാനാടും നീടനാഴിയില മഞ്ഞാലെന്നൊരു നാൾ ഇതോടിഷ്ടം കൂടാമോ പിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. അങ്ങനെ നമ്മള് പാട്ടൊക്കെ പാടി കോർക്കൊക്കെ എത്താറായി കേട്ടോ. അങ്ങനെ കോർക്കിന് കുറച്ചുകൂടെ പോകണം കോബിലോട്ട്. അപ്പം ഈ റോഡൊക്കെ കണ്ടോ, നല്ല ഭംഗിയാണ്. രണ്ട് സൈഡിൽ മരങ്ങളും ഫുട്പാത്തും ഒക്കെ ആയിട്ട് അല്ലേ. അങ്ങനെ ഫൈനലി പാട്ടൊക്കെ പാടി നമ്മള് കോബിലെത്തി കഴിഞ്ഞപ്പോ എന്താ, നല്ലൊരു കുളിർമയായ കാഴ്ച. ഒരു സൈഡില് നല്ല റിവറും, ഒരു സൈഡ് നല്ല ഒരു ഗ്രീനിഷ് ഹില്ലും, പിന്നെ ബ്ലൂ സ്കൈയും. സ്പെഷ്യലി അന്ന് വെതറൊക്കെ നല്ല ആയതുകൊണ്ട് അടിപൊളി ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. നിങ്ങൾ എല്ലാവരും അയർലൻഡിലാണെങ്കിൽ കോബ് ഒന്ന് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണേ, ഒന്ന് വന്ന് കാണണം കേട്ടോ. പിന്നെ കോബ് ഒരു പോർട്ടാണ്. അപ്പം അവിടെ എല്ലാം ഈ വലിയ വലിയ ഷിപ്പൊക്കെ വന്ന് അവിടെ ഒരു പാർക്കൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ബസ്സൊക്കെ നമ്മൾ പാർക്കിംഗ് പ്ലേസിൽ പാർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ നടന്നു പോവുകയാണേ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട്. അപ്പം ഒരു സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റ്സും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറേ മ്യൂസിയംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ടൈറ്റാനിക് ഷോ ഉണ്ട്. കോബിലാണ് ലാസ്റ്റ് ടൈറ്റാനിക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞ്, ടൈറ്റാനിക്കിന്റെ ഷിപ്പിന്റെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പം അവിടെ ടൈറ്റാനിക്കിന്റെ ഷോ ഒക്കെ കാണാം, നമുക്ക് സമയം ഉണ്ടെങ്കിൽ കാണാം കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ 2 hours ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ അതിന് പോയില്ല. പക്ഷെ നമ്മൾ വേറെ സിറ്റിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. അവിടെയൊക്കെ മുകളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, കുറേ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് ഒരു 1 day എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാട്ടോ. കാരണം അവിടെ നിന്ന് നമുക്ക് കാണുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ടോപ്പിൽ നിന്ന് കാണുമ്പോൾ. പിന്നെ ഈ ബിൽഡിങ്സ് ഒക്കെ കണ്ടോ, എന്ത് നല്ല രസമല്ലേ, എല്ലാം ഓരോ കളേഴ്സ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ താഴെ മുകളിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ ഡിഫറെന്റ് കളറായിട്ട് അങ്ങനെ ഞാനും കുറച്ച് പോസൊക്കെ കൊടുത്ത് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക കേട്ടോ. കോബ് വരെ വന്നതല്ലേ, അപ്പം ഷോ ഒക്കെ ആവാലോ. പിന്നെ ഇത്രയും ഭംഗിയുള്ള പ്ലേസിൽ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാതെ എങ്ങനെ പോവാനാ, അങ്ങനെ വിചാരിച്ചു. നിങ്ങൾ ഈ പള്ളി കണ്ടോ, എന്ത് നല്ല രസമല്ലേ. താഴെ നോക്കിയാലും മേളിൽ നോക്കിയാലും നല്ല ഭംഗിയാട്ടോ. ഇതൊരു ഹിസ്റ്റോറിക്കൽ ചർച്ചാണേ. അപ്പൊ ഞാൻ അതേക്കുറിച്ച് കുറച്ച് ഷോ ഒക്കെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. നിനക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഏതായാലും അങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ അയ്യോ എന്റെ അമ്മേ ഓടിപ്പോയി.
ഈ പള്ളിയുടെ പേരാണ് ദ കാത്തഡ്രൽ ചർച്ച് ഓഫ് സെയിന്റ് കോൾമാൻ, വിച്ച് വാസ് പ്രീവിയസ്ലി നോൺ ആസ് ക്വീൻസ്റ്റൗൺ കാത്തഡ്രൽ. ഇത് 1919 ബിൽഡ് ചെയ്ത പള്ളിയാണ്. നമുക്ക് അതിന്റെ ഇന്റീരിയർ ഒന്ന് കണ്ടാലോ? എന്ത് ഭംഗിയല്ലേ? നമുക്ക് കണ്ടാൽ 105 വർഷം പഴക്കമുള്ള പള്ളിന്ന് തോന്നുവോ? അതിന്റെ വോളും റൂഫും പെയിന്റിങ്സും ഒക്കെ എന്ത് ഭംഗിയല്ലേ? നല്ല ഹൈറ്റിൽ പണിത പള്ളിയാണേ. നമുക്ക് ഈ പള്ളിക്കകത്ത് കയറുമ്പം നല്ലൊരു പോസിറ്റീവ് എനർജി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ എത്ര വിഷമം കൊണ്ട് ഉള്ളിൽ പോയാലും നമ്മൾ പുറമേ വരുമ്പോൾ നല്ലൊരു എനർജി നമുക്ക് കിട്ടുന്നത്, നല്ലൊരു പീസാണ് നമുക്ക് ഫീൽ ആകുന്നത്. നിങ്ങൾ കോബി പോവാണെങ്കിൽ ഡെഫിനറ്റ്ലി പള്ളിക്കകത്ത് കയറി ആ എക്സ്പീരിയൻസ് ചെയ്യണേ. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കോബ് വന്ന് കാണണം കേട്ടോ. അയർലൻഡിൽ ഉള്ള എല്ലാവരും മസ്റ്റ് വിസിറ്റ് ആണ്. പിന്നെ ഇൻ കേസ് ആരെങ്കിലും അയർലൻഡ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വന്ന് കാണുക. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.